ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ പറയുന്നതിന് മുമ്പേ എന്താണ് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ വളരെ വളരെ അധികമായിട്ടുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര എത്താൻ പറ്റിയത്. കഴിഞ്ഞ 5-ാം തീയതിയാണ് ഈ മറ്റേ 10K അടിച്ചത്. ഈ ചുരുങ്ങിയ കാലയളവിന്റെ ഉള്ളിൽ, അതായത് ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ നമുക്ക് വീണ്ടും ഒരു 10K, അതായത് മൊത്തം 20K സബ്സ്ക്രൈബേഴ്സ് ആവുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നിമിഷമാണ്. തീർച്ചയായിട്ടും ഈ സപ്പോർട്ടും ഈ കരുതലും എന്നും ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്, അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആ വീഡിയോ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്കറിയാം, നമ്മൾ ക്യാന് കേട്ടിട്ടുണ്ട്, കുഡ് കേട്ടിട്ടുണ്ട്, അല്ലേ? ഇതിൻ്റെ അതേപോലുള്ള ഒരു യൂസേജാണ് ബി ഏബിൾ ടുവിൻ്റെ ഫാമിലി. അതായത് ആം ഏബിൾ ടു, ഈസ് ഏബിൾ ടു, ആർ ഏബിൾ ടു, പിന്നെ അതിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള വാസ് ഏബിൾ ടു, വെയർ ഏബിൾ ടു, ഇനി ഇതൊന്നും പോരാത്തതിന് മാനേജ്ഡ് ടു, ഇങ്ങനെ കുറേ യൂസേജസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് കൃത്യമായിട്ട് ഉപയോഗിക്കുക, എല്ലാതും എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. എല്ലാ സംശയങ്ങളും നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പം മിൽക്കുട്ടെ, നമുക്ക് ക്യാനിൽ നിന്ന് തുടങ്ങാം. ക്യാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധിക്കുക അല്ലെങ്കിൽ പറ്റുക, അല്ലെ? നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, സാധിക്കും എന്നൊക്കെ പറയാനാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ക്യാൻ വെച്ചിട്ട് നമ്മളൊരു സെന്റൻസ് പറയണം, എനിക്ക് ഡാൻസ് ചെയ്യാൻ സാധിക്കും. മിൽക്കുട്ടി ഡാൻസർ ആണല്ലോ, അപ്പൊ ഡാൻസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ സാധിക്കുമല്ലോ? എങ്ങനെ പറയാ? ഐ ക്യാൻ ഡാൻസ്. ഐ ക്യാൻ ഡാൻസ്, അല്ലേ? എനിക്ക് പാടാൻ സാധിക്കുന്നതാണെങ്കിലോ? ഐ ക്യാൻ സിംഗ്. ഐ ക്യാൻ സിംഗ്. ഇത് നമ്മുടെ ഒരു കഴിവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. എനിക്ക് പാടാൻ പറ്റുന്നും എനിക്ക് പാടാൻ കഴിയുമെന്നും, ഇതിനൊക്കെ നമ്മൾ കഴിയും, പറ്റും, സാധിക്കും, ഇതിനൊക്കെ ഒറ്റ വാക്ക് തന്നെയാണ്. പറ്റും എന്ന് പറയുമ്പോൾ വേറെ വാക്കില്ല. സാധിക്കും എന്ന് പറയുമ്പോഴും, പറ്റും എന്ന് പറയുമ്പോഴും, കഴിയുമെന്ന് പറയുമ്പോഴും ഒക്കെ ഒരൊറ്റ വാക്കിനേ ഉള്ളൂ, ക്യാൻ. ഇനി ഈ ക്യാൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ടു ഒന്നും കാണുന്നില്ല. ഐ ക്യാൻ കഴിഞ്ഞിട്ട് നേരെ വെർബിന്റെ ഒന്നാമത്തെ രൂപം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പൊതുവെ ഉള്ള ഒരു എബിലിറ്റി പറയാനായിട്ട് നമ്മളത് യൂസ് ചെയ്തു. ഇനി നമുക്കിത് പ്രസന്റത്തെ കാര്യം പറയാനും ഉപയോഗിക്കാം. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ മിൽക്കുട്ടിക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ എങ്ങനെ പറയാ? എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെ പറയാ? ഐ ക്യാൻ സീ യു നൗ. ഐ ക്യാൻ സീ യു നൗ, അല്ലേ? അപ്പൊ അത് ഇപ്പത്തെ ഒരു എബിലിറ്റിയാണ്. എബിലിറ്റി അല്ല, ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ അതൊന്ന് ഞാനിപ്പോ ഈ അവിടെ നോക്കി, അവിടെ ഇപ്പൊ ബാഗിന് കാണാനില്ല, ബാഗ് കാണാനില്ല. അപ്പൊ നെഗറ്റീവായി അത്. അത് നെഗറ്റീവായി. അപ്പൊ ഇപ്പുറത്തിരിക്കുന്നുണ്ട് ബാഗ്. അപ്പൊ അതെനിക്കിപ്പൊ കാണാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റില്ല. അതായത് പ്രസന്റത്തെ ഒരു കാര്യം പറയാനാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്ത് പറയുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി നമ്മൾ സുഹൃത്തിനോട് പറയാണ്, എനിക്ക് നിന്റെ വീട്ടിലേക്ക് വരാൻ പറ്റും. എങ്ങനെ പറയാ? ഐ ക്യാൻ കം ടു യുവർ ഹോം, അല്ലെ? നിനക്ക് നിന്റെ വീട്ടിലേക്ക് വരാൻ പറ്റും. എനിക്ക്. അപ്പൊ അവൻ പറയണേ, നിനക്ക് എന്റെ വീട്ടിലേക്ക് നാളെ വരാൻ പറ്റുമോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പൊ അയാൾക്ക് എങ്ങനെ മറുപടി കൊടുക്കുക? നാളെ എനിക്ക് നിന്റെ വീട്ടിലേക്ക് വരാൻ സാധിക്കുമെന്ന് പറയണം. അപ്പൊ ഐ ക്യാൻ ഗോ അല്ല, come to your home. I can come to your home. എപ്പോ? Tomorrow. I can come to your home tomorrow. നാളെ എനിക്ക് നിന്റെ വീട്ടിലേക്ക് വരാൻ സാധിക്കും. അപ്പൊ നമ്മൾ കണ്ടു, ഇത് ഇനി വരാൻ പോകുന്ന ഒരു കാര്യം, അതായത് ഫ്യൂച്ചറിൽ ഒരു കാര്യം പറയാനും നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം. ഇപ്പത്തെ കാര്യം പറയാൻ വേണ്ടി യൂസ് ചെയ്യാം, നമ്മുടെ എബിലിറ്റി പറയാൻ യൂസ് ചെയ്യാം, ഫ്യൂച്ചറിലെ കാര്യം എബിലിറ്റി പറഞ്ഞാൽ എനിക്ക് കഴിയും. ഈ 3 കാര്യം പറയാനും നമ്മൾ ക്യാൻ യൂസ് ചെയ്തു. ഇനി ഇതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഒന്നുമില്ല, ഈ ക്യാനിന്റെ കൂടെ നേരെ നെഗറ്റീവ്. ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഐ കാൺ സിംഗ്, എനിക്ക് പാടാൻ പറ്റില്ല. ഐ കാൺ കം ടു യുവർ ഹോം ടുമോറോ, എനിക്ക് നാളെ നിന്റെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. ഐ കാൺ സീ യു, എനിക്ക് നിന്നെ ഇപ്പൊ കാണാൻ പറ്റുന്നില്ല, അല്ലേ? എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഈ 3 കാര്യം നെഗറ്റീവ് ആക്കാൻ വളരെ സിമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഈ ഏബിൾ ടുവിന്റെ ഒരു ഫാമിലി ഉണ്ട്, അതായത് ബി ഏബിൾ ടു എന്നാണ് നമ്മൾ അതിന് പറയാം. ഏബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കഴിവുണ്ട്, നമ്മൾ അതിന് ഏബിൾ ആണ് എന്ന് തന്നെയാണ്. അപ്പൊ ഏബിൾ എന്ന് പറയുന്ന വാക്ക് ക്യാൻ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് ഈ ഏബിൾ ചേർത്ത് കാര്യം പറയാം. പക്ഷെ ചെറിയൊരു മാറ്റമുണ്ട്.
ഈ ഏബിൾ ചേർക്കുമ്പോൾ ടു ചേർത്തിരിക്കണം. ക്യാൻ ഏബിൾ ടു വരുന്നുണ്ടല്ലോ ഇവിടെ. ഏബിൾ ടു ഒരു വാക്കല്ല, ഏബിൾ എന്നാണ് വാക്ക്. അതിന്റെ കൂടെ നമ്മൾ ടു ചേർത്തിട്ട് വേണം പറയാൻ. അതേപോലെ തന്നെ ഏബിളിന്റെ മുമ്പിൽ നമ്മൾ ഒന്നുകിൽ ആമോ അല്ലെങ്കിൽ ഈസോ അല്ലെങ്കിൽ ആറോ ചേർക്കണം. അതായത് ബിയുടെ ഫോം ആയിട്ടുള്ള ആമോ ഈസോ ആറോ ചേർത്തിട്ട് വേണം പറയാൻ. അപ്പൊ എങ്ങനെ വരും? എനിക്ക് പാടാൻ സാധിക്കും എന്ന ക്യാൻ എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ നേരെ മാറ്റിയിട്ട് അവിടെ അതെ അവിടെ നമ്മൾ എന്താണോ വെർബ് എന്താണോ അത്. അതായത് ഐ ആം ഏബിൾ ടു സിംഗ് ആണെങ്കിൽ ഐ ക്യാൻ സിംഗിന് പകരം ഐ ആം ഏബിൾ ടു സിംഗ്. ഐ ആം ഏബിൾ ടു ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ ഡാൻസ് എന്നാണ്. ഐ ക്യാൻ ഡാൻസ് എന്നുള്ള മാറ്റിയിട്ട് ഐ ആം ഏബിൾ ടു ഡാൻസ്. ഇത്രേ ഉള്ളൂ. ഇനി ഹീ ഷീറ്റ് വരികയാണെങ്കിൽ എന്താ വരിക? ഹീ ഈസ് ഏബിൾ ടു അത്രേ ഉള്ളൂ. അവിടെ ഷീ ഈസ് ഏബിൾ ടു എന്നാവും അല്ലേ? ഹിയോ ഷീയോ ഒക്കെ വരികയാണെങ്കിൽ ഈസ് വരും. ദേ ആണെങ്കിൽ ആറ് വരും. ദേ ആർ ഏബിൾ ടു സിംഗ്. അവർക്ക് പാടാൻ സാധിക്കും എന്നാവും. അപ്പൊ അവിടെ ഏബിൾ ടു ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വേറെയുള്ള യാതൊരുവിധ ടെൻഷനും നമുക്കില്ല. ആ സെന്റൻസുകൾ ഇപ്പൊ പ്രസന്റത്തെ കാര്യമാണ് അല്ലേ? പ്രസന്റത്തെ കാര്യം പറയാനും അതന്നെ യൂസ് ചെയ്യുക. അതായത് എനിക്ക് നിന്നെ കാണാൻ സാധിക്കും എന്ന് പറയുന്നതും നേരത്തെ നമ്മൾ ക്യാൻ വെച്ചിട്ട് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ കാണുന്നു ഇപ്പോ, അതും നമ്മൾ ഇങ്ങനെ തന്നെ പറയാം. ഐ ആം ഏബിൾ ടു സീ യു നൗ. ഞാനിപ്പോ നിന്നെ കാണുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഐ ക്യാൻ കം ടു യുവർ ഹോം ടുമോറോ എന്ന് പറഞ്ഞില്ലേ, ആ സെന്റൻസ് എങ്ങനെ ഏബിൾ ടു വെച്ച് പറയാ? നാളത്തെ കാര്യമാണ്. അപ്പൊ നമ്മളവിടെ ആമും ഈസും അങ്ങനെ ചേർക്കണം. അവിടെ നമ്മൾ ഈ ബി ഏബിൾ ടു എന്നാണല്ലോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞേ. ബീന്റെ മുമ്പിൽ നമ്മൾ വില്ലിട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. നേരത്തെ നമ്മൾ ആ ബി എന്ന് പറയുന്ന ആകുക എന്നുള്ളതിന്റെ സെയിം മീനിങ് സബ്ജക്റ്റിനനുസരിച്ച് ആമി ഈസ് ആറ് വന്നു. ഇപ്പൊ നമ്മൾ ആ ബീന്റെ കൂടെ വില്ല് ചേർക്കണം. കാരണം ആമിന്റെ ഈസിന്റെ ആറിന്റെ കൂടെ വില്ല് ചേരൂല. അതിന് പകരമാണ് നമ്മൾ ബീന്റെ കൂടെ വില്ല് ചേർക്കുന്നത്. അപ്പൊ എന്താവും? വിൽ ബി ആവും. അതായത് ഹി വിൽ ബി അല്ലെ, ഹി വിൽ ബി ഏബിൾ ടു he will be able to dance. എന്തും പറയാം, എന്തെങ്കിലും ഒരു വെർബ് കിട്ടട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത്. he will be able to dance, he will be able to write, he will be able to go. എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ 3 രൂപങ്ങൾ. പാസ്റ്റ്, ഫ്യൂച്ചറത്തെ കാര്യവും പ്രസൻറ്റത്തെ കാര്യവും ഒക്കെ പറയാനായിട്ട്. ഇനി നമുക്ക് അടുത്ത പറയേണ്ടതാണ്, നമുക്ക് നേരത്തെ പറഞ്ഞ ക്യാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കഴിയും എന്ന് പറയാനല്ലേ. ഇനി നമുക്ക് മുന്നേ കഴിഞ്ഞു, കഴിഞ്ഞിരുന്നു എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? എനിക്ക് പാടാൻ സാധിച്ചിരുന്നു, പോകാൻ സാധിച്ചിരുന്നു, അല്ലെങ്കിൽ പോകാൻ സാധിച്ചു, അല്ലെങ്കിൽ പാടാൻ സാധിച്ചു, അങ്ങനെ പറയാനാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നേ? നമ്മുടെ ഇത് പറഞ്ഞിരുന്നു, സാധിച്ചു. അല്ല, ക്യാൻ എന്ന് പറഞ്ഞാൽ സാധിക്കും എന്നാണ്. എനിക്ക് സാധിച്ചിരുന്നു, പറ്റിയിരുന്നു, കുഡ് പറയണം. അതായത് ക്യാനിന്റെ ചേട്ടനാണ് ആര്? കുഡ്. ക്യാനിന്റെ ചേട്ടനാണ് കുഡ്. എന്ന് വെച്ചാൽ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റിയിരുന്നു, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റി, ഇതെല്ലാത്തിനും നമ്മൾ കുഡാണ് ഇതുവരെ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ മലയാളത്തിൽ നമ്മൾ ഈ പറ്റിയിരുന്നു അല്ലെങ്കിൽ പറ്റി എന്നൊക്കെ നമ്മൾ ഒരേപോലെ തന്നെ പറയാം. പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ വ്യക്തമായിട്ട് കൃത്യമായിട്ടൊക്കെ നോക്കി പറയുന്ന ആ ഒരു സ്റ്റേജ് വരുമ്പോൾ നമുക്കവിടെ വേറെ 1-2 കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് പണ്ട് എൻ്റെ കൂടെ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ തമിഴന്മാരുണ്ടായിരുന്നു. ഓക്കെ, അപ്പം എനിക്ക് അന്ന് നന്നായിട്ട് തമിഴ് സംസാരിക്കാൻ കഴിയുമായിരുന്നു പറഞ്ഞാൽ അന്ന് എനിക്ക് പറ്റിയിരുന്നു. പക്ഷെ ഇപ്പം അവരെൻ്റെ കൂടെ അല്ല. ഇപ്പൊ അവര് ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ പണ്ട് എനിക്ക് തമിഴ് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു, പറ്റിയിരുന്നു. ഇപ്പൊ എങ്ങനെ പറയാ? അപ്പം എനിക്ക് സ്പീക്ക് തമിഴ്. തമിഴ് എന്ന് പറഞ്ഞാൽ തമിഴ് തന്നെയാണ്. ഇംഗ്ലീഷിലൊന്നും ഇല്ല, തമിഴ് ഒരു ഭാഷയുടെ പേരല്ലേ. തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷിനൊക്കെ അതന്നെ പറയാം, വ്യത്യാസമൊന്നുമില്ല കേട്ടോ. മലയാളത്തിന് മലയാളം തന്നെ പറയാം. ഭാഷകൾക്കൊക്കെ അതന്നെ പേര്. അല്ലെങ്കിൽ
ഇല്ലെന്നേ. അത്ര ഭാഷയേ ഉള്ളൂ. ഭാഷകൾ കുറെ ഉണ്ട്. ഭാഷകൾ ഒരു 10,000-4,000 ഭാഷകളുണ്ട്. ഒരു 24 24 ഓക്സിലറി ഉള്ളത്. അല്ല 24 ഇതില്ലേ എന്ത് നമ്മള് ഭാഷകൾ 24 4,000-ലധികം ഇത്ര കണ്ടുണ്ട്. പറഞ്ഞത് എനിക്ക് ആ ഭാഷ സംസാരിക്കാൻ പറ്റിയിരുന്നു. നമുക്ക് നോർമൽ ചിലപ്പോൾ എനിക്ക് അന്ന് അങ്ങനെ സംസാരിക്കാൻ സാധിച്ചിരുന്നു എന്നൊക്കെ പറയാം. ഐ കുഡ് സ്പീക്ക് തമിഴ് അല്ലേ വെൻ ഐ വാസ് ഇൻ മൈ പ്രീവിയസ് ഓഫീസ്. എൻ്റെ പഴയ ഓഫീസിലായിരുന്ന സമയത്ത് എനിക്ക് തമിഴ് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പൊ പറ്റുന്നില്ല. നോട്ട് അല്ലേ? ഐ കുഡ് നോട്ട്. ഇപ്പൊ പറ്റുന്നില്ല. ഐ കുഡ് അവിടെ കയ്യിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് ഇപ്പൊ പറ്റുന്നില്ല എന്ന് പറയുന്നതിന് നമുക്ക് ഐ കുഡ് നോട്ട് തന്നെ പറയാം. പക്ഷേ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റി എന്ന് പറയാന്ന് വിചാരിച്ചോ. അതായത് ഇപ്പൊ എനിക്ക് ഹിന്ദി പഠിക്കാൻ സാധിച്ചു. സാധിക്കണ്ടല്ലോ. ഇപ്പൊ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഹിന്ദി പഠിക്കാൻ സാധിച്ചു. മുന്നേ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പൊ അത് ഞാൻ പറയുന്നത് ഐ കുഡ് സ്പീക്ക് ഹിന്ദി എന്നല്ല. അവിടെ നമ്മള് ഈ നേരത്തെ പറഞ്ഞ ഏബിൾ ഉണ്ടല്ലോ, അതിന്റെ കൂടെ നമ്മള് വാസ് ചേർത്ത് പറയണം. അതായത് എനിക്ക് സാധിച്ചു എന്ന് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ഐ വാസ് ഏബിൾ ടു സ്പീക്ക് ഹിന്ദി എന്ന് പറയണം. അവിടെ ഐ കുഡ് സ്പീക്ക് ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ സാധിച്ചിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുന്നേ ആയിരിക്കാം. പക്ഷെ അത് ഇപ്പോഴത്തെ ഇതിൽ ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണ്, ഇപ്പം എനിക്ക് സാധിച്ചു എന്ന് പറയുകയാണെങ്കിൽ ആ ഫീലിംഗ് എൻ്റെ മനസ്സിലുണ്ടല്ലേ, ആ ഫീലിംഗ് ഉൾക്കൊണ്ട് ഞാൻ പറയണം എനിക്കിപ്പോൾ ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ സാധിച്ചു എന്ന് പറയണമെങ്കിൽ ഐ വാസ് ഏബിൾ ടു സ്പീക്ക് ഹിന്ദി എന്ന് പറയണം. അത് ഹി ആണെങ്കിലും ഹി വാസ് ഏബിൾ ടു എന്ന് വരും. ദേ ആണെങ്കിൽ എന്ത് വരും? ദേ വേർ വരും. ദേ വേർ ഏബിൾ ടു സ്പീക്ക് ഹിന്ദി എന്ന് വരും. ആ വ്യത്യാസം മനസ്സിലായോ? അപ്പൊ നമുക്ക് കുഡ് യൂസ് ചെയ്യുന്നിടത്ത് എല്ലായിടത്തും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? വാസ് ഏബിൾ ടു വേർ ഏബിൾ ടു യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ക്യാൻ യൂസ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് ആം ഏബിൾ ടു, ഈസ് ഏബിൾ ടു, പിന്നെ ആർ ഏബിൾ ടു യൂസ് ചെയ്യാം. അതാണ് വ്യത്യാസം. കുഡും വാസ് ഏബിൾ ടു അല്ലെങ്കിൽ വേർ ഏബിൾ ടു മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ആ ചെറിയൊരു വ്യത്യാസം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആയോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞത് ഈ ഏബിൾ ടുവിൻ്റെ 3 രൂപങ്ങൾ നമ്മൾ പറഞ്ഞു. അതായത് ഐ ആം ഏബിൾ ടു, എനിക്കിപ്പോൾ സാധിക്കുന്നു. ഐ വാസ് ഏബിൾ ടു, എനിക്ക് സാധിച്ചു. ഇനി അതിന്റെ ഫ്യൂച്ചർ ആണ് നേരത്തെ പറഞ്ഞ ഐ വിൽ ബി ഏബിൾ ടു, എനിക്ക് സാധിക്കും. അപ്പൊ ഏബിൾ ടുവിന്റെ 3 രൂപങ്ങളും കിട്ടിയോ? ഏബിൾ ടു വെച്ചിട്ട് 3 തരത്തിൽ നമ്മൾ പറഞ്ഞു. ഇനി ഇതിന് നെഗറ്റീവ് ആക്കണമെങ്കിൽ ഒന്നുമില്ല. ഐ കുഡ് നോട്ട്, നോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഐ കുഡ് നോട്ട് സ്പീക്ക് ഹിന്ദി, എനിക്ക് ഹിന്ദി സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പൊ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ ഐ വാസ് നോട്ട് ഏബിൾ ടു സ്പീക്ക് ഹിന്ദി, എനിക്ക് ഇപ്പോ ഹിന്ദി സംസാരിക്കാൻ സാധിച്ചില്ല. നെഗറ്റീവായി. അപ്പൊ എന്താണോ അതിന്റെ കൂടെ നമ്മൾ ഓക്സിലറി കണ്ടുപിടിച്ച് നെഗറ്റീവ് എന്താണോ അതിന്റെ കൂടെ ഓക്സിലറി കണ്ടുപിടിച്ച് അതിന്റെ കൂടെ നോട്ട് ഇട്ട് കഴിഞ്ഞാൽ സെന്റൻസ് നെഗറ്റീവായി. അത് ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ഉള്ള ഒറ്റ പാർട്ട് വേറെ ഒന്നും കൂടി ഉള്ളൂ. മാനേജ് ടു. എനിക്ക് കൺഫ്യൂഷൻ ഉള്ളതായിരുന്നു. അത് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് അച്ഛൻ പറയില്ല, ചോദിക്കാൻ പാടില്ല. മാനേജ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നമ്മള് ഓഫീസിലേക്ക് ഇങ്ങനെ പോവാന്ന് വിചാരിച്ചോ, ഭയങ്കര ട്രാഫിക്കാണ്. അപ്പൊ ഭയങ്കര ട്രാഫിക് ആകുമ്പോ ഞാൻ അവിടുന്ന് പറയാണ്, എനിക്കിന്ന് ഓഫീസിലേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഭയങ്കര ട്രാഫിക്കാണ്. എന്നിട്ട് ഞാൻ ഓഫീസിലെത്തി. ഇതേപോലെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതേപോലെയല്ല, ഞങ്ങൾക്കൊരു പൂവിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, ഒരു വെള്ള പൂവില്ലേ, ആ ജമന്തിന്റെ. എന്റെ പൊന്നെ, അത് കിട്ടാനായിട്ട് കൊറേ തപ്പി ഞങ്ങള്, കിട്ടില്ല. അപ്പൊ അച്ഛൻ പറയാണ് പേപ്പർ അതേപോലെ വെട്ടിയിട്ട് ആ മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ. വെള്ളം ഒഴിച്ചു കൊടുക്കാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ കുറെ ഐഡിയ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉപ്പിടാം, അതല്ലെങ്കിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് പൂവിന്റെ കൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് പിന്നെ മറ്റേ വേറെന്താ ഞാൻ ഒരു ഐഡിയ കൂടി പറഞ്ഞിരുന്നല്ലോ, ഒരു അലരി പൂവിന്റെ പോലത്തെ ഒരു പൂ, അവിടെ വേറെ കുറച്ച് പൂക്കളുണ്ട്, അതേപോലെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, കുറെ പറഞ്ഞു.
ഇതേപോലെ തന്നെ അത് നമുക്ക് പറയാട്ടാ. അപ്പൊ നമുക്ക് ഒരു കണക്കിന് അന്ന് പൂവ് നമ്മൾ ഇട്ടു. അതെ, അങ്ങനെ തികഞ്ഞ് കിട്ടിപ്പോയി. അപ്പൊ ഓക്കെ. അപ്പോ എന്താണ് ഇവിടെ ഒരു കണക്കിന് എനിക്ക് ഓഫീസിൽ എത്താൻ സാധിച്ചു എന്നാണ് പറയേണ്ടത്. ഒരു കണക്കിന് എനിക്ക് ഓഫീസിൽ എത്താൻ സാധിച്ചു എന്ന് പറയുന്നതിനാണ് നമ്മൾ ഈ ഒരു കണക്കിന് എന്ന ഒരു സംഭവം കിട്ടാൻ വേണ്ടി ഒരു കണക്കിന് ഓർത്താ മതി. അപ്പൊ ഐ മാനേജ്ഡ് ഐ മാനേജ്ഡ് ടു റീച്ച് ഓഫീസ്. എനിക്ക് ഒരു കണക്കിന് ഓഫീസിൽ എത്താൻ പറ്റി. എനിക്ക് ഒരു കണക്കിന് പാട്ട് പാടാൻ പറ്റി. എനിക്ക് ഒരു കണക്കിന് പാട്ട് പാടാൻ പറ്റി. ഐ മാനേജ്ഡ് ടു സിംഗ്. സിംഗ് പാട്ട് പാടാൻ മൈക്കാണിത്, കുടിക്കല്ല. ഓക്കെ. അപ്പോ ഐ മാനേജ്ഡ് ടു സിംഗ്. എനിക്ക് ഒരു കണക്കിന് പാടാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ. ഓക്കെ. ഇത് മറ്റേ വലിയ ഇതായി പോവും. മൈക്കൊന്നല്ല, അതിന്റെ അപ്പുറത്തേക്കുള്ളതായി പോവും. ഓക്കെ, ഇത് മതി. അപ്പൊ ഒരു കണക്കിന് എനിക്ക് പാടാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രസന്റ് എന്താ? ഒരു കണക്കിന് എനിക്ക് പാടാൻ സാധിക്കുന്നു അല്ലെങ്കിൽ സാധിക്കാറുണ്ട് എന്ന് പറയണമെങ്കിൽ മാനേജ്ഡ് മാറ്റിയിട്ട് മാനേജ് മാത്രമാക്കിയാൽ മതി. അതായത് ഐ മാനേജ് ടു സിംഗ്. എനിക്ക് ഒരുവിധം പാടാൻ സാധിക്കുന്നു. ഇപ്പൊ എനിക്ക് ഒരുവിധം പാടാൻ സാധിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചിങ്ങനെ വരുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ടീച്ചർ ചോദിക്കുകയാണ്, അല്ല എന്താ അവസ്ഥ, യുവജനോത്സവം വരികയാണ്, പാടാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഒരു കണക്കിന് ഇങ്ങനെ പാടാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല. അങ്ങനെ വരുമ്പോ നമുക്ക് ഐ മാനേജ് ടു സിംഗ്. അവിടെ മാനേജ് ആണ്. സാധിച്ചു എന്നാണെങ്കിൽ മാനേജ്ഡ് ടു സിംഗ് ആയി. ഇനി നാളെ എനിക്ക് ഒരു കണക്കിന് നാളെ സാധിക്കും എന്നാണെങ്കിലോ വില്ല് ചേർത്താ മതി. ഐ വിൽ മാനേജ്. വില്ല് ചേർത്ത് പറയാം. ഐ വിൽ മാനേജ്. എനിക്ക് ഒരു കണക്കിന് അവിടെ നാളെ വരാൻ പറ്റും. എങ്ങനെ പറയാം? ഐ വിൽ മാനേജ് വരാൻ സാധിക്കും. എനിക്ക് ഒരു കണക്കിന് നാളെ അവിടെ വരാൻ സാധിക്കും. അപ്പം ഐ വിൽ ആ വാക്ക് എനിക്ക് എന്റെ വായിൽ വരാത്ത മാനേജ്. അപ്പൊ ഐ വിൽ മാനേജ്ഡ് വന്ന പാസ്റ്റ് ആയി. മാനേജ് പറയ്. ടു കം. അത്രേ ഉള്ളൂ. ആലോചിച്ച് കിട്ടും, പറഞ്ഞാൽ കിട്ടും. അപ്പൊ പറയാണ് ഒരു വിധത്തില് എനിക്ക് നാളെ ഓഫീസിൽ വരാൻ പറ്റുമായിരിക്കും എന്നല്ല, ഒരു വിധത്തിൽ നാളെ പറ്റും അല്ലെ. ഒരു വിധത്തിൽ നാളെ ഓഫീസിൽ വരാൻ പറ്റും. ഒരു കണക്കിന് നാളെ ഓഫീസിൽ വരാൻ പറ്റും. കാലും ഇച്ചിരി നീരൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ അവസ്ഥയിലാന്ന് വിചാരിക്കുക. അപ്പൊ ഒരു കണക്കിന് എനിക്ക് നാളെ ഓഫീസിൽ വരാൻ പറ്റും. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ഈ മാനേജിന്റെ കൂടെ എന്തിട്ട് പറഞ്ഞാൽ മതി? ഐ വിൽ മാനേജ് ഐ വിൽ മാനേജ് ടു കം ഓഫീസ് ടുമോറോ. നാളെ ഒരു കണക്കിന് ഓഫീസിൽ അപ്പൊ അങ്ങനെ ഒരു കണക്കിന് എന്നുള്ള കേസ് വരുമ്പോ ഈ മാനേജ് ചേർക്കുന്നു, അത് പ്രസന്റ് ആണ്. മാനേജ്ഡ് എന്ന് ചേർത്താ അത് പാസ്റ്റ് ആണ്. വില്ല് ചേർത്താ ഫ്യൂച്ചർ ആണ്. ഇനി ഇത് വെച്ച് ചോദ്യം ഉണ്ടാക്കാനും എളുപ്പമാണ്, നെഗറ്റീവ് ആക്കാനും എളുപ്പമാണ്. എന്താ ചെയ്യാ? അപ്പൊ ചോദ്യമായി. ഇനി മാനേജ്ഡ് തന്നെ ചോദ്യമൊക്കെ എങ്ങനെയാ? ഡിഡ് യു മാനേജ് ടു കം. ഇനിയോ പിന്നെ വെറും മാനേജിന് എങ്ങനെ ചോദ്യമൊക്കെ? ഡു യു മാനേജ് ടു കം. ഒരു കണക്കിന് നിനക്ക് വരാൻ പറ്റുമോ? ഒരു കണക്കിന് നിനക്ക് വരാൻ പറ്റിയോ? ഒരു കണക്കിന് നിനക്ക് നാളെ വരാൻ പറ്റുമോ? വിൽ യു മാനേജ്. ഇങ്ങനെ മാറി മാറി തിരിച്ച് നമുക്ക് ചോദ്യം ചോദിക്കാം. മിൽക്കുട്ടി, ഇന്ന് നമ്മൾ പഠിച്ചതിനകത്ത് ക്യാൻ വെച്ചിട്ടാണ് നമ്മുടെ സെന്റൻസുകൾ മേക്ക് ചെയ്തത്. ഈ ക്യാൻ വെച്ച് പറയുന്ന, അതായത് നമ്മുടെ കഴിവിനെ സൂചിപ്പിക്കുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് ബി ഏബിൾ ടുന്റെ ഫോമുകളായിട്ടുള്ള ഏതൊക്കെ ഉപയോഗിക്കാം? ബിയുടെ ആം ഏബിൾ ടു, ഈസ് ഏബിൾ ടു, ആർ ഏബിൾ ടു. സബ്ജക്റ്റിനനുസരിച്ച് യൂസ് ചെയ്യാം. ഐ ആണെങ്കിൽ ആം ഉപയോഗിക്കും, ഹി ആണെങ്കിൽ ഈസ് ഉപയോഗിക്കും, ദേ ആണെങ്കിൽ ആർ ഉപയോഗിക്കും. വി ആണെങ്കിലും ആർ ഉപയോഗിക്കും. ഓക്കെ. ഇനി അതുപോലെ കുഡ് യൂസ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? വാസ് ഏബിൾ ടു യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. കുഡ് യൂസ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും വാസ് ഏബിൾ ടു അല്ലെങ്കിൽ വേർ ഏബിൾ ടു യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് എല്ലാ സ്ഥലത്തും പറ്റില്ല. കാരണം മീനിങ് മാറിപ്പോവും. അതായത് എനിക്ക് കഴിഞ്ഞിരുന്നു എന്നാണ്, മറ്റേത് എനിക്ക് കഴിഞ്ഞു എന്നാണ്. കഴിഞ്ഞു പറയുമ്പോ മാത്രമേ ഉള്ളൂ അവിടെ വാസ് ഏബിൾ ടു ചേർക്കണ്ടേ.
അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. അപ്പം ഇനി ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കുള്ള ചോദ്യം കൊടുക്കാം. എന്റെ ചോദ്യമാണ് ഗൈസ്. ചോദ്യമാണോ? നമ്മിൽ കൂടി ചോദിച്ചോ, അറിയോ? അല്ല, എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്കുള്ള ചോദ്യം. ഓക്കെ, എന്റെ ചോദ്യം ഗൈസ്. ഓക്കെ, എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിച്ചു എന്ന് പറയണം. അപ്പോൾ അവിടെ നിങ്ങൾ കുഡ് യൂസ് ചെയ്യോ അതോ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് ഉത്തരം പറയണം. എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിച്ചിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞു, സാധിച്ചു. അപ്പം എന്ത് ചെയ്യാം? അതുപോലെ തന്നെ അവന് നന്നായിട്ട് ഇപ്പം എന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം അവൻ എന്നെ കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഈ രണ്ട് ചോദ്യത്തിന് എന്താണ് ആൻസർ എന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തിടെ വീഡിയോ കാണാം. അതുവരേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ബൈ.